ഹലോ എവരിവൺ, വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നലെ ജോബ് അലേർട്ടിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ വന്ന കുറച്ച് കമൻസ് ആണ്. എന്താണ് അക്കൗണ്ടൻറ്റിൻ്റെ എന്താ പറയുക, ജോബ് വാക്കൻസി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ വാക്കൻസി വരുന്നുണ്ടോ, ഫിനാൻസിൽ വാക്കൻസി വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാമോ വീഡിയോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അക്കൗണ്ട്സും അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഫിനാൻസ് റിലേറ്റഡ് ഫീൽഡിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ജോബ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷറിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിനകത്ത് വരുന്നത് ഗൈസ്. ഓക്കെ, ഇൻഫോ പാർക്കിനകത്ത് വരുന്ന കുറച്ച് വാക്കൻസീസും അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ വരുന്ന കുറച്ച് വാക്കൻസീസുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടന്റിന്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ വാക്കൻസീസ് ആണ് കേട്ടോ പറയുന്നത് ആദ്യം. അപ്പോൾ ഈ ഒരു വാക്കൻസിയിൽ പറയുന്നത് 3 കൊല്ലം ടാലിയിലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷീ ഷുഡ് ബി പ്രൊഫഷൻ ഇൻ MS Excel, അതുപോലെ തന്നെ ടാക്സ് മാനേജ്മെന്റ്, പേറോൾ മാനേജ്മെന്റ്, അക്കൗണ്ട്സ്, റീകൺസിലേഷൻ, GST, ഫില്ലിംഗ്, അതുപോലെ തന്നെ ബുക്കിംഗ്, കീപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് 3 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നൊരു വാക്കൻസിയാണ് സീനിയർ അക്കൗണ്ടന്റ് ഒരു വാക്കൻസി കേട്ടോ. ഈ ഒരു വാക്കൻസിയും വരുന്നത് നമ്മുടെ ടെക്നോ പാർക്കിനകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വാക്കൻസീസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു കോൺടാക്ട് മെയിൽ ID നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടന്റിന്റെ വാക്കൻസി വേണമെങ്കിൽ അക്കൗണ്ടന്റിന്റെ വാക്കൻസി വേണം നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് തരും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാക്കൻസി നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു വാക്കൻസി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ മാനേജർ അക്കൗണ്ട്സിലുള്ള വാക്കൻസിയാണ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാക്കൻസിയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടെക്നോ പാർക്കിനകത്താണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 4 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇത് നോക്കുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് വേണ്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ GST, ടാക്സ് ഫില്ലിംഗ്, PF ആൻഡ് ESIയിലൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നത്തെ ഒരു വാക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു വാക്കൻസിയാണ് കേട്ടോ. അതായത് കൊച്ചിയിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതായത് ഇൻഫോ പാർക്കിനകത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് പറയുന്നത് 2 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലമാണ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ നോർമലായിട്ട് ചോദിച്ചിട്ടുള്ള ടാലി, അതുപോലെ ക്വിക്ക് ബുക്സ്, അതുപോലെ തന്നെ GST അതിലൊക്കെയാണ് ഇവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു സീനിയർ അക്കൗണ്ടന്റിന്റെ ഒരു വാക്കൻസിയാണ്. 5 കൊല്ലമാണ് ഈ ഒരു വാക്കൻസിയിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നതും നമ്മുടെ അക്കൗണ്ടന്റ് ഒരു വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറത്താണ്. ഈ ഒരു വാക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതൊരു ഇന്ത്യയിൽ വരുന്ന ഒരു വാക്കൻസിയാണ് കേട്ടോ ഈ മലപ്പുറത്തുള്ളത്. അപ്പോൾ ഈ ഒരു വാക്കൻസിയിൽ നല്ല പാക്കേജ് ഒക്കെ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് ഇവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസി വേണമെങ്കിൽ ലിങ്ക് ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ അടുത്തൊരു വാക്കൻസി പറയുന്നത് അക്കൗണ്ട്സ് ട്രെയിനിയിൽ വരുന്ന ഒരു വാക്കൻസിയാണ് കേട്ടോ. ഇൻഫോ പാർക്കിനകത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് നോളജ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രൊഫഷൻ ഇൻ MS Excelലൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡിലും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് അക്കൗണ്ട്സ് പേയബിൾ അസോസിയേറ്റ് സ്പെഷ്യലിസ്റ്റിന്റെ ഒരു വാക്കൻസിയാണ് വരുന്നത്. പിന്നെ വരുന്നത് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് വാക്കൻസിയാണ്. 2 ഇയർ പ്ലസ് വാക്കൻസി എക്സ്പീരിയൻസ് ആണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോണേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലാണ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു കേട്ടോ. കാരണം നിങ്ങൾ നോക്കി നോക്കൂ, കുറേ ഇതിൻ്റെ ഒരു പറയുന്നുണ്ട്. എന്തേ കണ്ടോ, ഹൈലൈറ്റ്സ് നോക്കി നോക്കൂ, അത്ര അധികം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുകയുള്ളൂ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫുൾ ഇന്ന് വായിക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഫീൽഡ് മാത്രം നിങ്ങൾ ഏതാണോ നോക്കിയിട്ടത് കമൻറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇതിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഗൈസ്. ഓക്കെ, പിന്നെ വരുന്നത് അക്കൗണ്ട്സ് അസിസ്റ്റന്റിന്റെ വാക്കൻസി ആണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന വാക്കൻസി ഒക്കെ ഉള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ. ഈ ഒരു വാക്കൻസി ഒക്കെ ഫ്രഷേഴ്സിന്റെ വാക്കൻസി കുറവാണ്. ആ കൂടി അക്കൗണ്ട് ഇന്റേണിന്റെ ആ കൂടി ഒരു വാക്കൻസി കാണാനുള്ളൂ. ബാക്കി എല്ലാതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ പറയുന്ന എല്ലാ വാക്കൻസീസും
ചോദിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഫീൽഡിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നോക്കാം. കാരണം ഇത് ഒക്കെ എല്ലാതും ഒരു അക്കൗണ്ട് റിലേറ്റഡ് ആയ കാരണം ഇപ്പോൾ അക്കൗണ്ടന്റ് തന്നെ 3-4 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടിന്റെ 3-4 വേക്കൻസി വേറെ കാണാനുണ്ട്. അപ്പോൾ കമന്റ് ചെയ്ത് കഴിയുമ്പോൾ ഏത് വേക്കൻസിയാണോ ചോദിച്ച് നിൽക്കുന്ന അതൊരു കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ട സമയത്ത് ഇങ്ങനെ, അതായത് അക്കൗണ്ട്സിലോ ഫിനാൻസിലോ എന്താ പറയുക വേക്കൻസി ഉണ്ടോ ചോദിച്ച കാരണം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.